ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് ഇന്നൊരു മൈലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ര മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് അതുപോലെ തന്നെയാണ്. ചക്രയ്ക്ക് പകരം നമ്മളിവിടെ പഞ്ചാരയാണ് ഉപയോഗിക്കുന്നത് മാത്രം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ചായപ്പൊടി. ഇത് രണ്ടും നമുക്ക് ആവശ്യത്തിന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ടിന്നാണ്. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വായുവട്ടമുള്ള ടിന്നാണെങ്കിൽ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ കുറച്ചുകൂടി സുഖമായിരിക്കും. പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയ ടിന്നോ അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സോ ഉപയോഗിക്കാം. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈകി വൃത്തിയാക്കൽ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് മേടിൻ്റെ ചെറിയൊരു ടിന്നാണ് എടുത്തുള്ളത്. പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ടൈൽസിൻ്റെ കഷ്ണമാണ്. അത് നമുക്കതിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിൻ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി വലുപ്പമുള്ള ടിന്ന്, ഇത്രയൊക്കെ വലുപ്പമുള്ള ഒരു ടിന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഓട്ടായിട്ടുള്ള ടിന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെറിയ ടിന്ന് വെച്ച് തന്നെ ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചാരയും ചായപ്പൊടിയും ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ ടിന്നിൻ്റെ അടിഭാഗത്ത് വട്ടത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. സെൻറ്റർക്ക് ആവാത്ത രീതിയിൽ വട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടൈൽസിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ടൈൽസിൻ്റെ പീസ് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ടിന്ന് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് അതിൻ്റെ കറക്റ്റായിട്ട് ആ ടൈൽസ് പീസിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ നമുക്കിനി ടിന്നിൻ്റെ മുകളിൽ വെച്ച് അടക്കാനായിട്ട് ഇതുപോലെ അടിഭാഗം റൗണ്ട് ആയിട്ടുള്ളൊരു പാത്രം വേണം, ചെറിയൊരു പാത്രം. എന്നാലേ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്ററിൽ വെച്ചുള്ള പാത്രത്തിലേക്ക് നീരാവി കറക്റ്റായിട്ട് ഉറ്റി വീഴുള്ളൂ. അപ്പോൾ നമ്മൾ ടിന്നിൻ്റെ മുകളിൽ പാത്രം വെക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു സീര കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടിന്നിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് ചുറ്റി കൊടുക്കണം. നമുക്ക് എയർ അധികം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈദ വെച്ച് അടക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അത് നമുക്ക് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സീര കഷ്ണം ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുന്നത്. സീര കഷ്ണം ചുറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പാത്രം വെക്കുക, അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി ഗ്യാസ് വെച്ച് കത്തിക്കലാണ്. കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുപ്പിന് ചെരിവ് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ആദ്യം കുറച്ച് സമയം നമ്മൾ തീ ഫുള്ള് കൂട്ടി വെക്കണം. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തീ ഫുള്ള് കുറച്ച് വെക്കുക. തീ ഫുള്ള് കുറച്ച് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ടിന്നായതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റൊക്കെ കത്തിച്ചാൽ തന്നെ സംഭവം റെഡിയാവും. നമ്മൾ നേരത്തെ കാണിച്ച വലിയ ടിന്നാണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെയൊക്കെ നമുക്ക് കത്തിക്കാം. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത്, നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് പഞ്ചസാര ഉരുകിയിട്ട് ചായപ്പൊടിയായിട്ട് മിക്സായിട്ട് അതിൻ്റെ നീരാവി നമ്മൾ വെച്ചിട്ടുള്ള ആ പാത്രത്തിൽ തട്ടിയിട്ട് സെൻറ്ററിൽ നമ്മൾ വെച്ച ഗ്ലാസ്സിലേക്ക് ഉറ്റുക. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ കൂടുതൽ സമയം കത്തിച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലേക്ക് ഉറ്റിയ സംഭവം അതിൽ തന്നെ കടന്ന് വറ്റിപ്പോവും. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 6 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം സംഭവം ഗ്ലാസ്സിനകത്ത് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് മൈദ ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൈലാഞ്ചി ആയിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് മൈദ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന രൂപത്തിലാവുന്നവരെ മൈദ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ ബാക്കി വരുന്നത് നമ്മൾ മൈദ ചേർക്കാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം.
അപ്പോൾ നമുക്കിത് ട്യൂബ് മൈലാഞ്ചി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. അതിന് നമ്മൾ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഇതുപോലെ പപ്പടത്തിൻ്റെ കൂടോ എടുക്കുക. എന്നിട്ട് നമ്മൾ ട്യൂബിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ഷാർപ്പായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗം സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ ട്യൂബ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ മറക്കാതെ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.